സോറി സർ, only couples. എന്നതാ? എന്നെ കണ്ട ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നില്ലയോടാ. പിന്നെ അടിപൊളി. എന്താടാ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് വെല്ലുമച്ചി കണ്ടിട്ട് എല്ലാവർക്കും അസൂയ. എന്താ ഗ്ലാമർ. അടിക്കാം. ടേബിളിന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആര് പറഞ്ഞു? എന്നാ പിന്നെ ഇതേ ഇരുന്നിട്ട് തന്നെ കാര്യം. ആഹാ, അത് ശരി. ഇത് ചവിട്ടി കയറാനൊന്നും അവിടെ एक्सक्यूज मी, तू लार्ज विस्की देना. दा पिടിച്ചോ. Cheers. അടിപൊളി. എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോടെ അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മക്കളെ. നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ? പറ. അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട്. വെല്ലമച്ചി എന്താ പറഞ്ഞു വരുന്നേ? പറയേണ്ടത് ഞാനല്ലല്ലോ, നീയല്ലേ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. പോടാ. ആണാണെ നീ സത്യം തുറന്ന് പറയടാ. അപ്പാപ്പന്റെ പേര് കളയാൻ നടക്കുന്നു. എന്നതാടാ കാര്യം? ഓ ശരി, ഐ മേഡ് ഹർ പ്രഗ്നന്റ്. മക്കളെ, എന്നോട് സ്വകാര്യമായിട്ട് പറയുമെന്ന് വിചാരിച്ച കാര്യം ഇത്രയും വലിയ പബ്ലിക് അനൗൺസ്മെന്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അയ്യോ, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ കിടന്ന് ഉറക്കമായിരിക്കും. ഞാൻ ഒന്ന് കാണണ്ടവനെ. എവിടെ? അവനെവിടെ പോയി? അയ്യോ, അവൻ ആ ബാത്റൂമിൽ കാണും മറിയേ. ഡാ, നീ പുറത്തേക്കൊന്ന് വന്നേ. അമ്മച്ചിയോ? അമ്മച്ചിയെ പറ്റി വാട്ട് എ സർപ്രൈസ്. നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അമ്മച്ചി എന്നോട് എല്ലാം പറഞ്ഞു. എന്ത്? ഞാൻ കുളിക്കാം അമ്മച്ചി. അമ്മച്ചി പോയി റെസ്റ്റ് എടുത്തോ. എടാ ചക്ക, നീ വെളച്ചിലെടുക്കാതെ വരുന്നുണ്ടോ ഇല്ലയോ? ആ ശരി. ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് തല പെരുത്തിട്ട് വയ്യ അമ്മച്ചി. അന്ന് ട്രെയിനിലൊന്ന് വരാന്ന് പറഞ്ഞാലോ? ആര് കേക്കാൻ? ഏത് നേരം എന്താ ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇരിക്കും. എന്റെ മോളെ, നീ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഹാളിൽ ചെന്നിരിക്കേ. അമ്മച്ചി കാപ്പി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ കർത്താവേ. ചതിച്ചി. പതിച്ചിയോ? ചതിച്ചി എന്നോട് സത്യം ചെയ്തല്ലേ ആരോടും പറയില്ലെന്ന്. എടാ കൊച്ചനെ, ഞാൻ ആ രസീത് കണ്ടപ്പോ അവളെ വിളിച്ച് പറഞ്ഞതല്ലയോ? അതിനുശേഷമല്ലയോ നീ കാര്യങ്ങളൊക്കെ പറയുന്നത്? നീ പേടിക്കണ്ട, അവള് ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി പോയി പറയാറില്ലേ? പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. ആഹാ, എന്നാ പിന്നെ അതുകൂടെ പറഞ്ഞിട്ട് പറയല്ലേ പ്ലീസ്. അമ്മച്ചി, അവൻ വന്നോ? മറിയേ. ആഹാ, നീ ഇറങ്ങിയോ? മെലിഞ്ഞ് സുന്ദരിയായല്ലോ. അയ്യോടാ, സോപ്പിടലൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാനൊരു കാര്യം കേട്ടത് ശരിയാണോ? നീ ഞങ്ങളൊക്കെ അറിയിക്കാതെ കെട്ടാൻ പോകുന്നൊക്കെ കേട്ടു. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ പോയിരുന്നു. എപ്പോ? അല്ല, ഇത്രയും നാളില്ലാത്തൊരു ധൃതി തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ. അതമ്മച്ചി അവളുടെ അമ്മാവനെ രക്ഷിക്കാൻ. എന്നതാ? അല്ല, അത് അവളുടെ ജാതകത്തിൽ. ജാതകോ? പാട്ട് പാടുന്നത് പോലെ തന്നെ കള്ളം പറയാനും ബഹുമെടുക്കനാ നിന്റെ മോൻ. അമ്മച്ചി, ഇവൻ പറയുന്നതിൽ എന്നതിൽ ശരിയുണ്ടോ? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്. എന്നതാടാ? ആ പെണ്ണിന്റെ വീട്ടുകാരൻ നിന്നെ ഫോഴ്സ് ചെയ്തോ? ഇല്ല. അല്ല, അവര് നോക്കുമ്പോ എന്താ നല്ല സുന്ദര ചെക്കൻ. അത് മാത്രമാണോ? നല്ല പാട്ടുകാരനും അല്ലേ? പിന്നെ ഇവൻ AR റഹ്മാനൊന്നുമല്ലല്ലോ. നിങ്ങൾ എന്റെ കൊച്ചിനെ തീരെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നിങ്ങൾ അവന്റെ ഫോട്ടോ എടുത്തൊന്ന് FB ഇട്ട് നോക്കുന്നേ. അപ്പൊ കിട്ടില്ലേ 20,000 ലൈക്ക്. നിങ്ങൾക്ക് കിട്ടും ഇതുവല്ലോ. ഏത് നേരം നോക്കിയാലും മറ്റേ റബ്ബർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ഫോണും. നിങ്ങൾ ഇതുവല്ല ആസ്വദിക്കുന്നുണ്ടോ മനുഷ്യ? എന്നതാ നീ പറഞ്ഞ റബ്ബർ വിറ്റിട്ടാ അവൻ അമേരിക്കയിൽ അയച്ചതും പാട്ട് പഠിപ്പിച്ചതും. നീ ഉടുത്തിരിക്കുന്ന സാരി പോലും അത് വിറ്റ് വാങ്ങിയതാ. എന്നാ പറഞ്ഞാലും റബ്ബറിനാ കുറ്റം. പിന്നെ ഇവന്റെ പ്രായത്തില് ഇതിന്റെ ഇരട്ടി പെമ്പിള്ളേർ എന്റെ പിറകെ നടന്നായിരുന്നു. തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്നതാടാ മോനെ കാര്യം?
അവനോട് ആ പെണ്ണ് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിച്ചറിയണ്ടായോ? നീ എവിടെ പോകുന്നു? ഇരിക്കേ. ഈ പെൺകുട്ടി മലയാളിയാണോ? അപ്പാ ബാക്കി കൂടി പറ. നല്ല പൊക്കാണ്, വെളുത്തിട്ടാണ്, നല്ല മുടി, നല്ല ചിരി. എന്നതാടാ ഇത്? അത് മാത്രം മതിയോ? ഇതിനിപ്പോ നീ ആരോടൊക്കെ സമാധാനം പറയണം? പള്ളിക്കാരോടും വീട്ടുകാരോടൊക്കെ ഞാൻ എന്നാ പറയും? അതൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയോ? അവളുടെ അമ്മ സ്കൾപ്റ്ററാണ്. പിന്നെ അച്ഛന് ബിസിനസ്സും ഉണ്ട്, നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ ഒക്കെ. രണ്ടുപേരും ബാംഗ്ലൂർ തന്നെയാണ്. പക്ഷേ 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 ഹാപ്പി ഫാമിലിയാണ്. എന്നതായാലും നമുക്ക് ഇന്ന് തന്നെ അവരൊന്ന് കണ്ടേച്ചും വരാം. ഇന്നോ? ഇന്ന് പറ്റില്ല. എന്നാ പറ്റി? അതെ, ആ കൊച്ചിന്റെ അച്ഛൻ ലണ്ടനിലോ മറ്റോ പോയിരിക്കുക, ഒരു ബിസിനസ് ടൂർ. നീ അല്ലയോടാ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എന്നതായാലും പെണ്ണുകൂട്ടുകാരെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം വന്നിട്ട് തീരുമാനിക്കാം. ഞാനൊന്ന് കുളിക്കട്ടെ. ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമോ എന്തോ. മരിയേ, എന്നാലും സ്വൈരം തരിച്ചില്ല. നിന്റെ അപ്പൻ ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ലടാ. ഞാൻ വിചാരിച്ചു കൈവിട്ടു പോയിന്ന്. അയ്യോ, അതൊക്കെ ഇരിക്കട്ടെ. എന്റെ പൊന്നുമോൻ അവിടെ അച്ഛനെ അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുവരാനാ പരിപാടി ഒന്നിച്ച്? ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ, അതങ്ങനെയല്ലേ? കാണികളെ ആകാംക്ഷയുടെ മുൻമുടിയിൽ നിർത്തിക്കൊണ്ട് ഫുട്ബോൾ രംഗത്തെ അതികായന്മാരായ ക്യൂബൻ കോളനി ടീമും അക്ഷര ക്ലബ് ശിവജിപുരവും തമ്മിൽ ഏറ്റുമുട്ടുന്ന 8ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ്. എനിക്ക് പാസ് തരണം, മേ അടിക്കും. ടീക്കേ, ഞങ്ങൾ 3 പേരുണ്ട്, 4ഉം 6ഉം 9ഉം. ഇതാണ് ഞങ്ങളുടെ മെസ്സി. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മണ്ടനായിട്ട് തോന്നെങ്കിലും ആളും ഭയങ്കര പുലിയാ. എവിടെ കളി ഉണ്ടെങ്കിലും ഞങ്ങൾ എത്രയൊക്കെ മുമ്പ് ഇവൻ പൂട്ടും കെട്ടി ഗ്രൗണ്ടിലുണ്ടാവും. കളിക്കാനൊന്നും കൂട്ടാറില്ല. അതെ, 4ഉം 6ഉം നഹി, യേ ക്രിക്കറ്റ് ഹേ, ഇത് ഫുട്ബോൾ ഹേ. വലക്കകത്തേക്ക് കാലുകൊണ്ട് പന്തടിക്കണം. ടീക്കേ, അടിക്കാം. ഞങ്ങൾ ഡിഫൻസ് കളിക്കാം, നിങ്ങൾ ഫോർവേഡ് കളിച്ചോ, ഞങ്ങൾ ബോൾ എത്തിക്കാം. എടാ മെസ്സി, നീ അമ്മാരെ ഏത് ക്ലബ്ബിൽ നിന്ന് വിളിച്ചോണ്ടെന്ന്? ക്ലബിലാ, റോഡ് പണിക്ക് പോകുന്ന വിളിച്ചോണ്ട് ആരെങ്കിലും കിട്ടണ്ടേ, കളിക്കണ്ടേ? ഡിഫൻസ് പൊസിഷൻ ഞങ്ങൾ നന്നായി കളിച്ചുകൊള്ളാം. അത് മതി. ഏതായാലും മെസ്സിനേക്കാളും ഭേദമായിരിക്കും. ഇത് ശംഭു. എല്ലാവരും കളിയാക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് നല്ല കലിപ്പാട്ടോ. കലിപ്പെന്ന് പറഞ്ഞാ നല്ല കട്ടക്കലിപ്പ്. ശംഭു അളിയാ, മാറ്റി എത്തുവോ? ബിബി, ഇവനാണ് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ടീമിന്റെ മാത്രമല്ല, ഞങ്ങളുടെ ഗാങ്ങിന്റെയും ക്യാപ്റ്റൻ ഇവനാ. കൂടെ നിൽക്കുന്നവർക്ക് ചങ്ക് വരെ പറിച്ചു തരും. എന്തായാലും എത്തുറാ, ഞാൻ ചാർലിനെ വിളിച്ചിട്ടുണ്ട്. അമ്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇരു ടീമുകളും എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിൽ ലൈനപ്പ് ചെയ്യേണ്ടതാണ്. ഇരു ടീമുകളുടെയും ടീം മാനേജർമാർ എത്രയും വേഗം കമ്മിറ്റി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ബേബി മാറുന്നടാ, മാറണ്ട, വാസറിനിരിക്കട്ടെ. മാറണ്ടോ? മൈൻഡ് സാധനം വല്ലവരും പോടാ. വാടാ മക്കളെ, ക്യൂബൻ ഗോളിൽ നിന്ന് ഒന്നല്ല കളി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി. മെസ്സി എന്നിട്ട് കാണിക്കണേ. ഈ മെസ്സി എന്തി കാണിക്കണേ? ഇവരെ കളിപ്പിക്കണ്ട. ആളാട്ടോടെ നിൽക്കിട്ടളിയാ, അവസാനം വേണമെങ്കിൽ 5 മിനിറ്റ് കളിപ്പിക്കാം. അവിടെ പോയി അവിടെ ഒരു മറ്റടുത്ത പരിപാടി ഉണ്ടാക്കി. ഞാൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുള്ളൂ.
ശംഭു ഡാ മാർട്ടിൻ ചാർലി എത്തിണ്ടോ? എടാ എത്തൂടാ, നീ ടെൻഷൻ കളി അടിക്കണം. തുടങ്ങാറായി. പേടിക്കണ്ട, എത്തും. ഞാൻ വിളിച്ചിട്ടുണ്ടവരെ. ഉറപ്പല്ലേ? ആടാ. ടോസ് ചെയ്യുന്നതിനായി ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏത് പോസ്റ്റാ? അപ്പുറത്ത് പോസ്റ്റ്. ആ ശരി, കൈ കൊടു. പ്രിയമുള്ളവരെ, അത്യന്തം ആവേശകരമായ ഫുട്ബോൾ മത്സരം ആരംഭിക്കുകയാണ്. U7 പിന്നർ സ്പോൺസർ ചെയ്തിട്ടുള്ള 8ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ടോസ് ലഭിച്ചിരിക്കുന്നു അക്ഷര ക്ലബ് ശിവജിപുരത്തിനാണ്. മത്സരം ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിന്റെ ആദ്യ കിക്ക് എടുക്കുന്നത് അക്ഷര ക്ലബിന്റെ ക്യാപ്റ്റൻ വിഷ്ണു. താക്കിട്ട്